ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോയുടെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 10ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നിരന്തരം ഹൃദയത്തിൽ മുഴങ്ങുന്ന സുഹൃത ജപത്തിൻ്റെ അകമ്പടിയോടും നോമ്പിൻ്റെ ചൈതന്യത്തോടും കൂടെ 10ാം ദിനത്തിലെ ദൈവവചന വിചിന്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇനിയും വളരെ കുറച്ചു ദിവസങ്ങൾ കൂടിയുള്ളൂ ഈശോയുടെ പിറവി തിരുനാൾ ആഘോഷിക്കാൻ. അതുകൊണ്ട് കുറെ കൂടിയും തീക്ഷ്ണതയോടുകൂടെ നമുക്കൊരുങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ ദൈവവചനം ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്ന വചനം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 28, 29, 30 വചനങ്ങളാണ്. എല്ലാവരും ഏറ്റവും ആദ്യം ഈ ദൈവവചനം ശ്രദ്ധിക്കുക, കാത് കൂർപ്പിച്ചിരിക്കുക. വചനം ഇങ്ങനെയാണ്: ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ശ്രദ്ധിക്കാവോ? ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദൂതൻ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് പരിശുദ്ധ മറിയത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഉടനെ തന്നെ അടുത്ത വചനം എങ്ങനെയാണ്? ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. അപ്പം അമ്മയുടെ പരിശുദ്ധ മറിയത്തിന്റെ മാനസിക സ്ഥിതി എന്തെന്ന് ചോദിച്ചാൽ ഒരു അസ്വസ്ഥതയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗബ്രിയേൽ മാലാഖ തൊട്ടടുത്ത പ്രയോഗം നടത്തുകയാ, മറിയമേ, നീ ഭയപ്പെടേണ്ട. മറിയത്തിന്റെ ഉള്ളിലെ അസ്വസ്ഥത തിരിച്ചറിഞ്ഞ് ഗബ്രിയേൽ മാലാഖ പറയുകയാ, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവത്താൽ അയക്കപ്പെട്ട മാലാഖ ദൈവിക രഹസ്യങ്ങൾ കൺവേ ചെയ്യാനായിട്ടാണ് അയക്കപ്പെടുന്നത്. ദൈവിക രഹസ്യങ്ങൾ പകർന്നു കൊടുക്കാനായിട്ടാണ് അയക്കപ്പെടുന്നത്. എന്നാൽ ദൈവിക രഹസ്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിന് മുൻപ് ഗബ്രിയേൽ മാലാഖ തിരിച്ചറിയുകയാണ്, മറിയത്തിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. ഉടനെ തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുകയാ, മറിയമേ, നീ ഭയപ്പെടേണ്ട. അതായത് ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ പാകത്തിന് മനസ്സ് രൂപപ്പെടണമെങ്കിൽ മനസ്സിൽ നിന്ന് ഭയാശങ്കകൾ, അസ്വസ്ഥതകൾ നീങ്ങിപ്പോകണം. അസ്വസ്ഥതയോടുകൂടിയിരിക്കുന്ന ഒരു മനസ്സിൽ, ഭയാശങ്കകളോടുകൂടിയിരിക്കുന്ന മനസ്സിൽ ദൈവിക രഹസ്യങ്ങൾ, രക്ഷാകര രഹസ്യങ്ങൾ ഒന്നും തന്നെ കയറില്ല. ഈ ദൈവവചന ശുശ്രൂഷകൾക്കായി പല ദേവാലയങ്ങളിലും പലയിടങ്ങളിലുമൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെ ഓർത്ത് അസ്വസ്ഥതപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ചിലരുടെയൊക്കെ മനസ്സ്. മക്കളെ ഓർത്ത് അസ്വസ്ഥതപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കന്മാർ. അങ്ങനെ അവർ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവർക്കൊട്ടുവേ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്താൽ മതി. നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പണത്തിനായിട്ടൊക്കെ പോകാറില്ലേ? ഹൃദയം ഭയങ്കരമായിട്ട് അസ്വസ്ഥതപ്പെട്ടിരിക്കുകയാണെങ്കിൽ, വീട്ടിലെ കാര്യത്തെ ഓർത്ത് ഭയങ്കരമായിട്ട് നെർവസ്ഡ് ആണ് മനസ്സെങ്കിൽ, ഒരു നെർവസ്നെസ് അനുഭവിക്കുകയാണെങ്കിൽ, ഒരു പിരിമുറുക്കം അനുഭവിക്കുകയാണെങ്കിൽ നമുക്ക് ആ കുർബാന അർപ്പണത്തിൽ ശ്രദ്ധയോടുകൂടെ പങ്കെടുക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലുമില്ല. ദൈവിക രഹസ്യങ്ങളൊന്നും മനസ്സിൽ കയറില്ല. അപ്പോൾ എൻ്റെ മനസ്സ് ഏതവസ്ഥയിലാണ് എന്ന് തിരിച്ചറിയുക പ്രധാനപ്പെട്ടതാ. ഭയാശങ്കകളിലാണോ, ഉത്കണ്ഠകളാൽ അസ്വസ്ഥതപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സാണോ, ദൈവിക രഹസ്യങ്ങൾ കയറില്ല. ഉത്കണ്ഠ ഒരുവന്റെ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും. ഉത്കണ്ഠ ഒരുവന്റെ മനസ്സിനെ നിരുന്മേഷമാക്കുന്നു. നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു. നല്ല വാക്ക് ഉത്തേജിപ്പിക്കുന്നു. അതായത് ഞാൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു പിരിമുറുക്കത്തിലാണ് മനസ്സെങ്കിൽ, ഭയങ്കര ഭയാശങ്കകൾക്ക് നടുവിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, എൻ്റെ മാനസിക സ്ഥിതി ഭയാശങ്കകളാൽ കലുഷിതമാണെങ്കിൽ നല്ല വാക്ക് ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. അതായത് ദൈവവചനത്തിലെ നല്ല വാക്കുകൾ തെരഞ്ഞെടുത്ത് പിടിച്ച് നമ്മൾ നിരന്തരം ഉരുവിടുക. ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ തീർച്ചയായിട്ടും ഹൃദയം ഉന്മേഷമുള്ളതായി തീരണം. ഹൃദയം ഉന്മേഷമുള്ളതായി തീരണം. എങ്ങനെ ഹൃദയം ഉന്മേഷമുള്ളതായി തീരും? നല്ല വാക്ക് ദൈവവചനത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് പിടിച്ചുകൊണ്ട് അത് നിരന്തരം ഉരുവിടുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ ഒരു ഉന്മേഷം ഉണ്ടാകും. ആ ബോധ്യത്തിൽ നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള കുർബാന അർപ്പണങ്ങൾക്കായിട്ടും ദൈവവചന ശുശ്രൂഷകൾക്കായിട്ടും യാത്ര ചെയ്യാനായിട്ട് സാധിക്കട്ടെ. യെശയ്യാ പ്രവചനത്തിന്റെ 43:4 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ആ വചനങ്ങൾ നിരന്തരം ഉരുവിടുക വഴിയായിട്ട് തന്നെ
ഹൃദയം ഏറെ ഉത്തേജിപ്പിക്കപ്പെടും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കട്ടെ. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കുളിരാൽ വരയ്ക്കുന്ന ഉണ്ണീശോയെ, അങ്ങേ ഞാൻ മുട്ടുന്നു, അങ്ങേ ഞാൻ തഴുകുന്നു, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ.